Okay, so let's continue. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് സാൻസ്ക്രിറ്റ് ഡ്രാമ എന്തുകൊണ്ടാണ് അത്രയധികം അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അത്രയധികം പ്രാധാന്യം നേടാത്തതെന്ന വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. അപ്പോ ഇന്ന് അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകും. എന്നിരുന്നാൽ പോലും സാൻസ്ക്രിറ്റ് നാടകങ്ങളൊക്കെ ഒത്തിരി അധികം എഴുതപ്പെടുകയും അവ ഇന്നും അക്കാഡമിക് സർക്കിളിൽ അത് വളരെ നന്നായിട്ട് ആളുകൾ അത് പഠിക്കുകയും അതിന്റെ മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് സംസ്കൃത് എഴുത്തുകാരെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്സ്, അങ്ങനെ കുറച്ച് സംസ്കൃതത്തിലെ ക്ലാസിക്കൽ ആയിട്ടുള്ളതായ കുറച്ച് എഴുത്തുകാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. Okay. Sanskrit drama is defined by the works of dramatists such as Shudraka, Bhasha, Bhavbhuti, Harsha and Kalidasa, to name a few. അപ്പോൾ ഒത്തിരി എഴുത്തുകാരുണ്ടെങ്കിലും അവരിൽ വളരെ പ്രാധാന്യമുള്ളതായ ചില ആളുകളുടെ പേരാണ് നമ്മളിവിടെ കണ്ടത്. അതില് ഒന്നാണ് ശൂദ്രക, രണ്ട് ഭാഷ, അത് എന്താണ് ഓക്കെ, ഭാസ, അതാണ് അദ്ദേഹത്തിന്റെ പേര്, ഭാസ. പിന്നെ ഭാവബുദ്ധി, ഹർഷ ആൻഡ് കാളിദാസ. അപ്പൊ ഇതാണ് അവരിൽ ചില ആൾക്കാർ. They have survived through thousands of years because of their literary prowess in depicting characters. എന്താണ്? They have survived thousands of years. അവര് ആയിരക്കണക്കിന് വർഷങ്ങൾ അവരുടെ കഥകൾ അതിജീവിക്കുന്നതിന് ഇടയായി തീർന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് സംസ്കൃത് ഇതുപോലുള്ള ഡ്രാമകൾ എഴുതിയതെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും അത് അതിജീവിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. They have survived thousands of years. എങ്ങനെയാണ് അത് അതിജീവിക്കാൻ ഇടയായി തീർന്നത്? Because of their literary prowess. എന്തുകൊണ്ടാണ്? Because of their exceptional skill in literature. അപ്പൊ അതാണ് സാഹിത്യത്തിൽ അത്രയധികം പ്രാധാന്യം അവയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത്ര നല്ല കൃതികൾ ആയിരുന്നത് കൊണ്ട്, ലിറ്റററി പ്രോവസ് അത്ര നല്ല കൃതികൾ ആയിരുന്നത് കൊണ്ട് എന്തായി അത് ഇത്രയും കാലം നിലനിൽക്കുന്നതിന് ഇടയായി തീർന്നു. ബിക്കോസ് ഓഫ് ദ ലിറ്റററി പ്രോവസ്, സാഹിത്യത്തിൽ ഉള്ള അവരുടെ കഴിവ് എന്തിലൊക്കെയാണ്? ഡെപിക്റ്റിംഗ് ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതില്, സെറ്റിങ്സ്, ഏത് സെറ്റിങ്ങിൽ, ഏത് ഇടത്തില് അല്ലെങ്കിൽ ഏത് രീതിയിൽ അവ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത്, പ്ലോട്ട്സ് ഇൻ ദെയർ ഓൺ ഇൻഡിവിജ്വലിസ്റ്റിക് വേ, അവയുടെ തനതായ രീതിയിൽ കഥ ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യപ്പെട്ടു? ഈ നാടകങ്ങള് വളരെ വളരെ പ്രത്യേകതയുള്ളതായ സാഹിത്യ രീതി അവലംബിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ദീർഘകാലങ്ങൾ അവയ്ക്ക് അതിജീവിക്കുവാനായിട്ട് കഴിഞ്ഞു. They have survived through thousands of years because of their literary prowess in depicting characters, settings, plots in their own individualistic way. Almost all the great Sanskrit playwrights benefited from royal patronage or were part of royal households or even of kings. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഓൾമോസ്റ്റ് ഓൾ ദ ഗ്രേറ്റ് സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പോലത്തെ ഒരു കാലമായിരുന്നില്ല പണ്ടത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പോ ഗ്രീക്ക് ഫിലോസഫേഴ്സ്, ഗ്രീക്ക് തത്വജ്ഞാനികൾ തന്നെ അവരൊന്നുകിൽ ആരായിരിക്കും? ഒന്നുകിൽ രാജാവ് അവരെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും വെൽത്തി മെർച്ചൻസ്, ഏതെങ്കിലും പണക്കാരായ ആൾക്കാര് അവരെ സഹായിക്കും, അവരുടെ വീട്ടിൽ താമസിച്ച് അവർക്ക് പഠിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കാറുണ്ട്. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതും അല്ലെങ്കിൽ അവർ ഭിക്ഷ എടുത്തൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ആള് വലിയ പണ്ഡിതനായിരിക്കും, ഒത്തിരി അറിവുണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ജീവിക്കാനായിട്ട് അവർ എന്ത് ചെയ്യണം? അവർ ഭിക്ഷ എടുക്കുകയോ അവരാരെങ്കിലും ഒക്കെ ആശ്രയിക്കുകയോ ചെയ്യണം. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരാളിന് എന്തുണ്ട്? വിദ്യാഭ്യാസത്തിലൂടെ ഒരു ജോലി സമ്പാദിക്കാനും ആ ജോലി സമ്പാദിക്കുന്നതിലൂടെ ധനം സമ്പാദിക്കുവാനും ഒക്കെ കഴിയും. എന്നാൽ അങ്ങനത്തെ ഒരു കാലഘട്ടം ആയിരുന്നില്ല
പണ്ടത്തെ കാലഘട്ടം. അപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ജോലിയൊക്കെ ചെയ്ത ആളുകൾ അവരുടെ വരുമാനം കണ്ടെത്തും എന്നുള്ളതല്ലാതെ ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടതായ ഒരു പ്രചോദനം ലഭിക്കണമെന്ന് ഇല്ല. അപ്പോ സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്സ്, അപ്പൊ ഈ സംസ്കൃത എഴുത്തുകാരൊക്കെ സാധാരണ എങ്ങനെ ചെയ്തിരുന്നത്? ബെനിഫിറ്റഡ് ഫ്രം റോയൽ patronage or were part of royal households or even of kings. അവര് ഏതെങ്കിലും വലിയ രാജകീയ കുടുംബങ്ങളുമായിട്ട് അവർ എന്ത് ചെയ്തിരിക്കും? ബന്ധപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ രാജാവിന്റെ തന്നെ രാജാവ് തന്നെ അവരെന്ത് ചെയ്യുന്നതായിരിക്കും? അവരെ സംരക്ഷിക്കുന്നതായിരിക്കും. അപ്പൊ രാജാവ് സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആവശ്യങ്ങൾ ആര് നിറവേറ്റും? രാജാവ് തന്നെ നിറവേറ്റും. അപ്പൊ അങ്ങനെയായിരുന്നു സംസ്കൃതത്തിലെ എന്താണ് നാടക രചയിതാക്കളൊക്കെയും നാടകങ്ങൾ എഴുതുകയും. അപ്പോൾ നാടകം എഴുതുക എന്ന് പറഞ്ഞാൽ അവർക്ക് നാടകം മാത്രം എഴുതിയാൽ പോരോ, നാടകം മാത്രം എഴുതിയാൽ പോരല്ലോ, അവർക്ക് എന്ത് ചെയ്യാം? കഴിക്കാൻ സമയത്ത് ഭക്ഷണം വേണം, ഉടുക്കാൻ വസ്ത്രം വേണം. അപ്പൊ ഇങ്ങനെ അവർക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട്. അപ്പൊ അവരുടെ ആവശ്യങ്ങളൊക്കെ സാധാരണ ഈ രാജാവോ അല്ലെങ്കിൽ ഇതുപോലെ അവര് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ആ ആളുകളോ അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? സഹായിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു പ്ലേ റൈറ്റ്സ് അവർ കഥകളൊക്കെ എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് Sanskrit drama is defined. Okay, sorry. Almost all the great Sanskrit playwrights benefited from the royal patronage or were part of royal households or even of kings. Let us begin by talking about Bhasa first. Bhasa. Okay. So നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഭാസ എന്ന ആളെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഭാസ 3rd to 4th CE. CE എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, കോമൺ ഇറ. CE നമ്മൾ ആദ്യം AD BC എന്ന് പറയുമായിരുന്നു. പിന്നെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും അത് AD BC എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ CE BCE. CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ, BC എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ ഇറ. ബിഫോർ കോമൺ ഇറ ആകുമ്പോൾ നെഗറ്റീവിലോട്ട് പോകുമ്പോൾ ഇത് കോമൺ ഇറയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 3rd to 4th CE. വാസ് എ സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്. അദ്ദേഹം ഒരു സംസ്കൃത പ്ലേ റൈറ്റ് ആയിരുന്നു ഭാഷ. പിന്നെ എന്താണ്? പ്രസീഡിങ് കാളിദാസ. പ്രസീഡിങ് എന്ന് വെച്ചാല് മുമ്പേ വരിക, കമ്മിങ് ബിഫോർ ഇൻ ടൈം ഓർ ഓർഡർ. അപ്പൊ മുൻപേ വരുന്നതിനെയാണ് പ്രസീഡിങ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഭാഷ ആർക്ക് മുമ്പേ വന്ന ആളായിരുന്നു? കാളിദാസന് മുമ്പ് വന്നതായ ആളായിരുന്നു. ബിലീവ്ഡ് വിശ്വസിക്കപ്പെടുന്നു. ടു ഹാവ് ലീവ്ഡ് ഇൻ ദ സിറ്റി ഓഫ് ഉജ്ജയിൻ. ഉജ്ജയിൻ എന്നതായ സിറ്റിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. റിലേറ്റീവ്ലി അൺനോൺ ടു സാൻസ്ക്രിറ്റ് സ്കോളേഴ്സ് എക്സെപ്റ്റ് ത്രൂ റെഫറൻസസ് ഇൻ അതർ ഡ്രമാറ്റിക് വർക്ക്സ്. എന്താണ് റിലേറ്റീവ്ലി അൺനോൺ ടു സാൻസ്ക്രിറ്റ് സ്കോളേഴ്സ്? സംസ്കൃത സ്കോളേഴ്സിന് പലപ്പോഴും അറിയത്തില്ല, ഈ ഭാഷയെ അറിയത്തില്ല. എക്സെപ്റ്റ് ത്രൂ റെഫറൻസസ് ഇൻ അതർ ഡ്രമാറ്റിക് വർക്ക്സ്. അപ്പോൾ ദീർഘകാലം സംസ്കൃത സ്കോളേഴ്സിന് പോലും ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്യത്തില്ലായിരുന്നു? അറിയത്തില്ലായിരുന്നു. അവരെങ്ങനെയാണ് അറിഞ്ഞിരുന്നത്? റെഫറൻസസ് ഇൻ അതർ ഡ്രമാറ്റിക് വർക്ക്സ്. അപ്പൊ മറ്റ് സംസ്കൃത നാടകങ്ങളിലെ ഈ ഭാഷയുടെ വർക്കുകളെ കുറിച്ച് പറയുന്ന സമയത്താണ് അവര് ഈ ഭാഷ എന്നൊരാൾ ജീവിച്ചിരുന്നിരിക്കണം, അദ്ദേഹത്തിന്റെ കൃതികൾ ഉണ്ടായിരുന്നിരിക്കണം എന്നൊക്കെ അവര് മനസ്സിലാക്കുന്നത്. ഭാസാസ് വർക്ക്സ് saw the light of the day in 1909. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന്റെ കൃതികൾ എപ്പോഴാണ് വെളിച്ചം കണ്ടത്? saw the light of the day. അദ്ദേഹത്തിന്റെ കൃതികൾ വെളിച്ചം കണ്ടത് എപ്പോഴാണ്? 1909. 1909 മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കൃതികൾ എന്ത് ചെയ്തത്? വെളിച്ചം കണ്ടത്. അപ്പൊ അതിനു മുമ്പുള്ള കൃതികളില് ഇവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നതോ ഇദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചോ ഉള്ള വിവരണങ്ങൾ മറ്റ് നാടകങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൃതികൾ വെളിച്ചം കാണുന്നത് 1909 മാത്രമാണ്. 1909 മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കൃതികള് വെളിച്ചം കാണുന്നത്. ഭാസാസ് വർക്ക് saw the light of the day in 1909 when the play സ്വപ്ന വാസവദത്ത. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. അതിന്റെ കൃതിയുടെ പേരെന്താണ്? സ്വപ്ന വാസവദത്ത. സ്വപ്ന വാസവദത്ത. അപ്പൊ 1909 അദ്ദേഹത്തിന്റെ കൃതിയായ സ്വപ്ന വാസവദത്ത അത് വെളിച്ചം കാണുന്നതിന് ഇടയായി തീർന്നു. വിഷൻ ഓഫ് വാസവദത്ത വാസ് ഡിസ്കവേർഡ് ബൈ. അത് ഡിസ്കവർ ചെയ്യപ്പെട്ടു, അതിനെ കണ്ടെത്തുകയുണ്ടായി. ആരാണ്? ബൈ പണ്ഡിറ്റ് ആനന്ദൽവാർ. ആനന്ദൽവാർ എന്നതായ ഒരു പണ്ഡിറ്റാണ് അദ്ദേഹത്തിൻ്റെതായ ഈ കൃതിയെ കണ്ടെത്തുന്നതിന് ഇടയായി തീർന്നത്. കണ്ടെത്തിയ വർഷം എന്നാണ്? 1909. ഓഫ് ദ ആർക്കിയോളജിക്കൽ സർവേ ഇൻ
സർവേ ഓഫ് മൈസൂർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് മൈസൂറിൽ അദ്ദേഹം അതിനെക്കുറിച്ച് എന്താണ് ആർക്കിയോളജി പരമായിട്ട് ഒരുപക്ഷെ എന്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പല കാര്യങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കാം ഈ സ്വപ്ന വാസവദത്ത എന്നതായ ഭാഷയുടെ ഈ കൃതിയെയും അദ്ദേഹം കണ്ടെത്തുന്നത്. In 1913, 1919, a total of 13 plays were discovered in an old library in Thiruvananthapuram, Trivandrum by T. Ganapathy Shastri. 1919 എന്താണ് a total of 13 plays were discovered. അദ്ദേഹത്തിന്റെ 13 കൃതികളെ എന്ത് ചെയ്തു കണ്ടെത്തുന്നതിന് ഇടയായി തീർന്നു. എവിടെയാണ്? ഇൻ ആൻ ഓൾഡ് ലൈബ്രറി ഇൻ തിരുവനന്തപുരം. തിരുവനന്തപുരത്തിലെ ട്രിവാൻഡ്രത്തിലെ ഒരു പഴയ ലൈബ്രറിയിൽ അദ്ദേഹത്തിന്റെ എത്ര കൃതികള്? അദ്ദേഹത്തിന്റെ 13 കൃതികൾ കണ്ടെത്തുന്നതിന് ഇടയായി തീർന്നു. ആരാണ് കണ്ടെത്തിയത്? ബൈ ടി ഗണപതി ശാസ്ത്രി. ഗണപതി ശാസ്ത്രി എന്നൊരാളാണ് അദ്ദേഹത്തിന്റെ 13 കൃതികൾ കണ്ടെത്തുന്നതിന് ഇടയായി തീർന്നു. ഫസ്റ്റ് പാരഗ്രാഫില് ഭാഷ third to fourth CE common era was a Sanskrit playwright. അദ്ദേഹം ഒരു സംസ്കൃത പ്ലേറൈറ്റ് ആയിരുന്നു. പ്രസീഡിംഗ് കാളിദാസ്, കാളിദാസയ്ക്ക് മുമ്പ് വന്ന വ്യക്തിയായിരുന്നു. lived in the city of Ujjain. ഭാഷ ജീവിച്ചിരുന്നത് എവിടെയാണ്? ഉജ്ജയിൻ എന്നതായ ഒരു പട്ടണത്തിലാണ് ഭാഷ ജീവിച്ചിരുന്നത്. റിലേറ്റീവ്ലി അൺനോൺ ടു സാൻസ്ക്രിറ്റ് സ്കോളേഴ്സ് എക്സെപ്റ്റ് ത്രൂ റെഫറൻസസ് ഇൻ അതർ ഡ്രമാറ്റിക് വർക്ക്സ്. ഈ വ്യക്തിയെ കുറിച്ച് മറ്റ് സംസ്കൃത എഴുത്തുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു, എന്നാൽ പല കൃതികളിലും ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. Basa's work saw the light of the day in 1909 when the play സ്വപ്ന വാസവദത്ത 1909 അദ്ദേഹത്തിന്റെ കൃതിയായ സ്വപ്ന വാസവദത്ത വാസ് ഡിസ്കവേർഡ് ബൈ, അതിനെ ആര് കണ്ടെത്തി? പണ്ഡിറ്റ് ആനന്ദ് അൽവാർ ഓഫ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് മൈസൂർ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് മൈസൂരില് മൈസൂരിലുള്ള അദ്ദേഹം പണ്ഡിറ്റ് ആനന്ദ് അൽവാർ എന്ത് കണ്ടെത്തി? ഈ ഭാഷയുടെ സ്വപ്ന വാസവദത്ത എന്നതായ കൃതിയെ കണ്ടെത്തുന്നതിന് ഇടയായി തീർന്നു. In 1913, 1919 a total of 13 plays were discovered. അദ്ദേഹത്തിന്റെ 13 കൃതികൾ കണ്ടെത്തി. In an old library in Trivandrum by T. Ganapathy Shastri. വായിക്കാം. Basa, 3rd to 4th CE, was a Sanskrit playwright preceding Kalidasa, believed to have lived in the city of Ujjain. Relatively unknown to Sanskrit scholars except through references in other dramatic works. Basa's works saw the light of the day in 1909 when the play Swapna Vasavadatta, Vision of Vasavadatta was discovered by Pandit Anandalwar of the Archaeological Survey of Mysore. In 1913, a total of 13 plays were discovered in an old library in Thiruvananthapuram, Trivandrum by T. Ganapathy Shastri. Bhasa drew his inspiration from epics such as the Mahabharata, the Ramayana, the Purana, and the semi-historical legends and figures. അപ്പൊ എന്താണ്? ഭാഷ drew his inspiration. അദ്ദേഹം ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രചോദനം. ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രചോദനം. അപ്പോ അദ്ദേഹം എവിടെ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? എവിടെ നിന്നാണ് പ്രചോദനം ഉൾക്കൊള്ളുക? അല്ലെങ്കിൽ എവിടെ നിന്നിപ്പം നമ്മള് ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, നോ റൈറ്റർ റൈറ്റ്സ് ഇൻ വേക്വം. നോ റൈറ്റർ റൈറ്റ്സ് ഇൻ വേക്വം എന്താണ്? ഒരു എഴുത്തുകാരനും ശൂന്യതയിൽ എഴുതാറില്ല എന്ന്. അതായത് ഒരു പ്രധാന കാര്യമാണ്. കാരണം ഏതൊരു എഴുത്തുകാരനും എഴുതണമെങ്കിൽ എന്ത് വേണം? എഴുതാനുള്ള സംഗതികൾ വേണം. എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതമായിരിക്കാം, മറ്റൊരാളുടെ ജീവിതമായിരിക്കാം. അപ്പൊ പണ്ടത്തെ ആളുകളൊക്കെ ഇതുപോലുള്ളതായ മഹാകാവ്യങ്ങളിൽ നിന്നാണ് അവർ ഉത്തേജനം ഉൾക്കൊള്ളുകയും അവർ കൃതികളൊക്കെ എഴുതുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഭാഷ ഡ്രൂ ഹിസ് ഇൻസ്പിറേഷൻ. ഭാഷ എവിടെ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? എന്താണ്? മഹാകാവ്യങ്ങളായ മഹാഭാരതയും പിന്നെ രാമായണം. പിന്നെ എന്തിൽ നിന്നൊക്കെയാണ്? പുരാണങ്ങളിൽ നിന്നും ആൻഡ് സെമി ഹിസ്റ്റോറിക്കൽ ലെജൻസ്. എന്താണ് സെമി ഹിസ്റ്റോറിക്കൽ ലെജൻസ് എന്ന് പറയുമ്പോൾ? എന്താണ്? ഭാഗികമായി ചരിത്രമായിട്ടുള്ളത്. സംതിങ് ദാറ്റ് ഈസ് പാർട്ട്ലി ബേസ്ഡ് ഓൺ ഹിസ്റ്ററി ആൻഡ് പാർട്ട്ലി ഓൺ ഇമാജിനേഷൻ ഓർ മിത്ത്. അപ്പൊ സെമി ഹിസ്റ്റോറിക്കൽ ലെജൻസ് എന്ന് പറയുമ്പോൾ ഭാഗികമായി ചരിത്രവും ബാക്കി ഭാഗം എന്തുമാണ്? ചരിത്രമല്ലാതെ എന്താണ്? കഥകളുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാഷ തന്റെ നാടകങ്ങൾ എഴുതിയത്. ഭാഷാസ് പ്ലേ ഡു നോട്ട് ഫോളോ ദ നാട്യശാസ്ത്ര വെരി സ്ട്രിക്റ്റ്ലി. അപ്പൊ ഭാഷ തന്റെ കൃതികൾ എങ്ങനെയല്ല എഴുതിയത്? നമുക്കറിയാം ഭരതമുനിയുടെ നാട്യശാസ്ത്ര എന്നതായ
എന്താണ് എങ്ങനെ നാടകം എഴുതണം, എങ്ങനെ അവതരിപ്പിക്കണം, അതിന്റെ കൃത്യമായ ഒരു രൂപരേഖ എന്തിലുണ്ട്, നാട്യശാസ്ത്രത്തിലുണ്ട്. പക്ഷെ ആ നാട്യശാസ്ത്രയിലുള്ള പല നിയമങ്ങളും പാലിക്കാതെയാണ് ഭാസ എന്ത് ചെയ്തിരുന്നത്, തന്റെ നാടകങ്ങൾ എഴുതിയിരുന്നത്. ഭാസാസ് പ്ലേ ഡു നോട്ട് ഫോളോ ദ നാട്യശാസ്ത്ര വെരി സ്ട്രിക്റ്റ്ലി. കുറച്ചൊക്കെ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാതെയാണ് ഭാഷ തന്റെ കൃതികളൊക്കെ എഴുതിയിരുന്നത്. ഈവൻ ബ്രേക്കിംഗ് ഡ്രമാറ്റിക് കൺവെൻഷൻസ്. അപ്പൊ പലപ്പോഴും എന്ത് ചെയ്തിരുന്നു, നിലനിന്നിരുന്നതായ നിയമങ്ങൾ പോലും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഖണ്ഡിച്ചിരുന്നു, അല്ലെങ്കിൽ അവയ്ക്കൊന്നും അനുസൃതമായിട്ടല്ല അദ്ദേഹം എഴുതിയിരുന്നത്. അപ്പൊ പാരമ്പര്യമായി നിന്നിരുന്നതായ പല കാര്യങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിരുന്നില്ല, പ്രാധാന്യത്തോടെ നോക്കി കാണുകയൊന്നും ചെയ്തില്ല. അദ്ദേഹം സ്വന്തം സിദ്ധമായ ശൈലിയിൽ തന്നെ പല കാര്യങ്ങൾ എഴുതുന്നതിന് ഇടയായിത്തീരുന്നു. ദിസ് ഹാസ് ലെഡ് സം ക്രിറ്റിക്സ് ടു കൺക്ലൂഡ് ദാറ്റ് ഭാസാസ് പ്ലേസ് were written before ഭരതമുനിസ് ട്രീറ്റീസ്. അപ്പൊ ഭരതമുനിയുടെ എന്താണ് പുസ്തകത്തിന് മുന്നമേ ഭാഷയുടെ കൃതികൾ എഴുതപ്പെട്ടിരിക്കാം എന്ന് ചില വിമർശകര് പറയുന്നുണ്ട്. Others see this as an indication of Vasa's poetic experiments and disregard of dramatic conventions. അപ്പൊ ചിലർ പറയുന്ന അങ്ങനെയല്ല, അദ്ദേഹം ഇങ്ങനെയുള്ളതായ നിയമങ്ങളിലോടൊന്നും വലിയ താല്പര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹം തന്റെ സ്വന്തം ശൈലിയിലും തന്റെ എക്സ്പെരിമെന്റ്സിനനുസരിച്ചും അല്ലെങ്കിൽ തന്റെ ആഗ്രഹങ്ങൾക്ക് ഒത്തവണ്ണം അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, എഴുതിയിരുന്നു. അപ്പൊ ചിലർ പറയുന്ന ഭരതമുനിയുടെ നാട്യശാസ്ത്രയ്ക്ക് മുന്നമേ ഇദ്ദേഹം എഴുതിയതാണെന്ന് പറയുന്നു. എന്നാൽ ചിലര് പറയുന്നു അങ്ങനെയല്ല, അദ്ദേഹം ഇതൊന്നും പാലിക്കാൻ ആഗ്രഹിച്ചില്ല, സ്വതസിദ്ധമായ ശൈലിയിൽ എഴുതാൻ താൻ ആഗ്രഹിച്ചു എന്ന് ചിലരും പറയുന്നു. ഭാസ drew his inspiration from epics such as the Mahabharata, the Ramayana and Purana and semi-historical legends and figures. അത് എളുപ്പമാണല്ലോ. അപ്പൊ അതാണ് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നത് ഇന്ന ഇടങ്ങളിൽ നിന്നായിരുന്നു. മഹാഭാരതയിൽ നിന്ന്, രാമായണത്തിൽ നിന്ന്, പുരാണയിൽ നിന്ന്, പിന്നെ സെമി ഹിസ്റ്റോറിക്കൽ ലെജൻഡ്സിൽ നിന്ന് ഇവിടേക്കാണ് അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ടിരുന്നത്. ഭാസാസ് പ്ലേസ് ഡു നോട്ട് ഫോളോ ദ നാട്യശാസ്ത്ര വെരി സ്ട്രിക്റ്റ്ലി. ഭരതമുനിയുടെ നാട്യശാസ്ത്ര അതുപോലെ പാലിച്ചിരുന്നില്ല ആര്, ഭാസ. ഈവൻ ബ്രേക്കിംഗ് ഡ്രമാറ്റിക് കൺവെൻഷൻസ്. അപ്പോ പലപ്പോഴും എന്ത് ചെയ്തിരുന്നു, അപ്പൊ ആ നിയമങ്ങളെ അദ്ദേഹം പാലിക്കുന്നതിൽ ഒട്ടും ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല പലപ്പോഴും. ദിസ് ഹാസ് ലെഡ് സം ക്രിറ്റിക്സ് ടു കൺക്ലൂഡ് ദാറ്റ്. അപ്പൊ ഇങ്ങനെ താന് നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ഭാസാസ് പ്ലേസ് were written before ഭരതമുനിസ് ട്രീറ്റീസ്. ഭരതമുനി തന്റെ പുസ്തകം അവതരിപ്പിക്കുന്നതിന് മുന്നമേ ആയിരിക്കാം ഭാസ തന്റെ പുസ്തകങ്ങൾ എഴുതിയിരുന്നത് എന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ, അത് മറ്റു ചിലർ എന്താണ് പറയുന്നത്, an ഇൻഡിക്കേഷൻ. ഇത് ഇതൊരു ഇതൊരു സൂചനയാണ്. ഇൻഡിക്കേറ്റർ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സൂചനയാണ്. ഭാസാസ് poetic experiments and disregard of or dramatic convention. ഭാസയുടെ പദ്യങ്ങളിലുള്ളതായ പരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ തന്റെ ഡ്രമാറ്റിക് കൺവെൻഷൻ ഡിസ്റിഗാർഡ് ഓഫ് ഓർ ഡ്രമാറ്റിക് കൺവെൻഷൻ. അപ്പോൾ അതുവരെ ഒരു നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ ആകാവും. അപ്പൊ അദ്ദേഹം അതിലൊന്നും നിലനിൽക്കാതെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എഴുതുന്നതിന് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ചില എഴുത്തുകാരും പറയാറുണ്ട്. ഭാസ drew his inspiration from epics such as the Mahabharata, the Ramayana, the Purana and semi-historical legends and figures. Bhasa's plays do not follow the Natya Shastra very strictly, even breaking dramatic conventions. This has led some critics to conclude that Bhasa's plays were written before Bharadamuni's treatise. Others see this as an indication of Bhasa's poetic experiments and disregard for dramatic convention. Swapna Vasavadatta is his most famous play that depicts the story of King Udayana. ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്വപ്ന വാസവദത്ത എന്നുള്ളതാണ് ഈസ് ഹിസ് മോസ്റ്റ് ഫേമസ് പ്ലേ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതി. എന്താണ് സ്വപ്ന വാസവദത്ത? അതെന്താ പറയുന്നത്? ഡെപിക്ട്സ് ദ സ്റ്റോറി ഓഫ് കിങ് ഉദയന. ഉദയാന എന്ന രാജാവിന്റെ കഥയാണ് ഈ സ്വപ്ന വാസവദത്തയിൽ പറയുന്നത്. ഹു മസ്റ്റ് ചൂസ് ബിറ്റ്വീൻ മാരിയിങ് ഫോർ ലവ് ഹിസ് ബിലവഡ് വാസവദത്ത. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രിയതമയായ വാസവദത്തെ അദ്ദേഹം വിവാഹം കഴിക്കാനായി താല്പര്യപ്പെടുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു അല്ലെങ്കിൽ അടുത്ത രാജ്യത്തിലെ രാജാവിന്റെ മകളെ വിവാഹം കഴിക്കേണ്ടതായിട്ട് അദ്ദേഹത്തിന് വരുന്നു. അപ്പം അദ്ദേഹം രണ്ടിന്റെയും ഇടയിൽപ്പെടുന്നു. അപ്പൊ തനിക്ക്
തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തന്റെ പ്രിയതമയായ വാസവദത്തയെ വിവാഹം കഴിക്കേണ്ടതും വിവാഹം കഴിക്കാനും താന് ആഗ്രഹിക്കുന്നു. അതേസമയം തന്നെ തനിക്ക് മുമ്പിൽ എന്തും വരുന്നുണ്ട്, അടുത്ത രാജ്യത്തിന്റെ രാജാവിന്റെ മകളെയും വിവാഹം കഴിക്കുന്നതിന് ഉള്ളതായ അവസരം കടന്നു വരുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്, പഴയ കാലത്ത് രാജാക്കന്മാർക്ക് യുദ്ധം ഉണ്ടാകാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും അയൽ രാജ്യങ്ങളുമായിട്ട് യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അങ്ങനെ യുദ്ധങ്ങൾ ഒഴിവാക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമായിരുന്നു എന്ത്, ആ രാജ്യത്തിലെ രാജാവിന്റെ മകളെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അപ്പോ ആ രാജ്യത്തിലെ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും, ആ രാജ്യവുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് കഴിയും. ആ രാജ്യത്തിലേക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ട, ആ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരത്തില്ല. കാരണം ആ രാജാവിന്റെ മകള് ഇവിടെ കഴിയുന്നിടത്തോളം കാലം എന്താണ്, ഇവര് തമ്മിൽ നല്ലൊരു ബന്ധവുമുണ്ട്. അപ്പൊ അത് എന്താണ്, അത് വളരെ ഒരു രാഷ്ട്രീയമായ ഒരു എന്താണ് ഒരു നേട്ടമാണ്, രാഷ്ട്രീയമായ ഒരു നേട്ടമാണ്. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തിന് സ്വന്തം അല്ലെങ്കിൽ താൻ ഏറ്റവും സ്നേഹിക്കുന്നതായ വാസവദത്തയെ കല്യാണം കഴിക്കണമോ അല്ലെങ്കിൽ രാജാവിന്റെ അയൽ രാജാവിന്റെ മകളെ കല്യാണം കഴിക്കണമോ എന്നുള്ളതായ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ കഥയിൽ, ഈ നാടകത്തിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. സ്വപ്ന വാസവദത്ത ഈസ് ഹിസ് മോസ്റ്റ് ഫേമസ് പ്ലേ. അത് ഈ ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കൃതിയാണ് എന്തോന്ന്, സ്വപ്ന വാസവദത്ത എന്നുള്ളത്. അതിനകത്ത് എന്താണ്, ഡെപിക്സ് ദ സ്റ്റോറി ഓഫ് ദ കിങ് ഉദയാന. ഉദയാന എന്ന രാജാവിന്റെ കഥ പറയുകയാണ്. അദ്ദേഹത്തിന് എന്താ പറ്റുന്നത്, ഹു മസ്റ്റ് ചൂസ് ബിറ്റ്വീൻ മാരിയിങ് ഫോർ ലവ് ഹിസ് ബിലവഡ് വാസവദത്ത ഓർ ദ ഡോട്ടർ ഓഫ് എ നൈബറിംഗ് കിങ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ ആ വാസവദത്തെ വിവാഹം കഴിക്കണമോ അല്ലെങ്കിൽ അടുത്ത രാജാവിന്റെ മകളെ വിവാഹം കഴിക്കണമോ എന്നുള്ളതായ കാര്യത്തിൽ അവര് എന്താണ് സംശയത്തിൽ എത്തപ്പെടുന്നു. പ്രിൻസ് പത്മാവതി ഫോർ പൊളിറ്റിക്കൽ കിങ്. അപ്പോ ഒരു സൈഡിൽ വാസവദത്തയും മറു സൈഡില് പത്മാവതി എന്നതായ അടുത്ത രാജ്യത്തെ രാജകുമാരിയെ. ഇൻ ദ പ്ലേ ഭാസ കമ്പൈൻസ് റൊമാൻസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻട്രിയൂഗ് ആൻഡ് ക്രിയേറ്റിംഗ് എ ന്യൂ കൈൻഡ് ഓഫ് ഡ്രാമ. അപ്പോ അതുവരെയുള്ള കൃതികൾ ഞാൻ മുമ്പേ പറഞ്ഞത് സാൻസ്ക്രിറ്റ് ഡ്രാമ എപ്പോഴും എങ്ങനെയായിരിക്കും, കോമഡി ആയിരിക്കും. ഒരു ശുഭപര്യവസാനിയായിട്ട് മാത്രമേ സംസ്കൃത ഡ്രാമകൾ എഴുതപ്പെട്ടിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഗ്രീക്ക് നാടകങ്ങൾ നോക്കുമ്പോൾ അതിൽ ട്രാജഡി കാണാൻ കഴിയും. അപ്പം നമ്മൾ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയില് എന്താണ് ട്രാജഡി ഇല്ലാതെ എന്താണ് ഒരു കോമഡി എന്ന് പറയുന്നത് നമ്മൾ ചിരിക്കാനുള്ളതല്ല. കോമഡി എന്ന് പറഞ്ഞാല് ശുഭപര്യവസാനിയായ നല്ല എൻഡിങ്ങിൽ മാത്രം എഴുതുന്നതിനുള്ള കാരണങ്ങളും നമ്മൾ എന്താണ് ഹിന്ദു റിലീജിയസ് ഫെയ്ത്ത് എന്താണ് ഹൈന്ദവ വിശ്വാസവുമായി അതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ മുൻപ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല എഴുതുന്നത്. അദ്ദേഹം എങ്ങനെയാണ് എഴുതുന്നത്, ഇൻ ദ പ്ലേ, ഈ കഥയില് ഭാസ കമ്പൈൻസ്, ഭാസ എന്തിനെ യോജിപ്പിക്കുകയാണ്, റൊമാൻസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻട്രിയൂഗ്. അപ്പൊ രാഷ്ട്രീയ നേട്ടവും സ്നേഹവും ഇവയൊക്കെ ഇങ്ങനെ ഒരുമിപ്പിക്കുകയാണ്. ക്രിയേറ്റിംഗ് എ ന്യൂ കൈൻഡ് ഓഫ് ഡ്രാമ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നത്തിലോട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു നാടകമൊന്നും അതുവരെ എന്ത് ചെയ്തിട്ടില്ല, എഴുതപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ എന്താണ് എഴുതുന്നത്, ഇവിടെ താന് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. യഥാർത്ഥ സ്നേഹവും അതേ സമയത്ത് തന്നെ എന്താണ് രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായുള്ള നേട്ടവും. അപ്പം യഥാർത്ഥ സ്നേഹത്തിന്റെ പിറകെ പോകണോ അല്ലെങ്കിൽ രാഷ്ട്രീയമായുള്ള നേട്ടം കൈവരിക്കണോ? അപ്പൊ ഇതിന് ഈ ഒരു ആശയക്കുഴപ്പത്തിലോട്ട് ഉദയൻ എന്ന രാജാവ് എത്തുന്ന രീതിയിൽ കഥ താൻ കൊണ്ടുവരുന്നുണ്ട്, ഭാസ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നാടകങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് അതൊക്കെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിനെ അവതരിപ്പിക്കുന്നത്. എലോങ് വിത്ത് ട്രഡീഷണൽ ഡ്രാമാസ്, ഭാസ ആൾസോ റോട്ട് ഷോർട്ട് പ്ലേസ്, വൺ ആക്ട് പ്ലേസ് ആൻഡ് മോണോലോഗ്സ്. എന്താണ്, അപ്പോ ഇങ്ങനെയുള്ളതായ നാടകങ്ങൾ മാത്രമല്ല ഭാസ എഴുതിയിട്ടുള്ളത്. ഭാഷ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഷോർട്ട് പ്ലേ, ചെറിയ കഥകൾ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൺ ആക്ട് പ്ലേ എന്തോന്നാണ്, ഒരു വ്യക്തി തന്നെ അവതരിപ്പിക്കുന്ന വൺ ആക്ട് പ്ലേ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ മോണോലോഗ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒറ്റ വ്യക്തി മാത്രം നിന്ന്, ഞാൻ രണ്ട് വിശദമാക്കി പറഞ്ഞുതരാം. വൺ ആക്ട് പ്ലേ എന്ന് വെച്ചാൽ ഈസ് എ പ്ലേ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ആക്ട്, യൂഷ്വലി ഷോർട്ടർ ദാൻ എ ഫുൾ ലെങ്ത് പ്ലേ. വൺ ആക്ട് പ്ലേ എന്ന് വെച്ചാൽ ഒറ്റ സിംഗിൾ ആക്ട്, ഒറ്റ ഇതായിട്ട് അതിനെ പല എന്താണ് ഒരു ആക്ട് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ആക്ട് വരുന്നതായിട്ടില്ല. ഒറ്റ ആക്ടില് ഒറ്റ പ്ലേയിൽ അതെന്ത് ചെയ്യും, അവസാനിക്കും. അതിനാണ് വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത്. ഇടയ്ക്ക് എന്ത് കാണത്തില്ല, ഇടവേളകൾ കാണത്തില്ല. പകുതിയാകുമ്പോൾ ഇടവേള കഴിഞ്ഞ് അടുത്ത് നാടകം വീണ്ടും നാടകം ആരംഭിക്കുന്ന രീതിയിൽ വരത്തില്ല. ആരംഭിച്ച് അവസാനിക്കുന്നത് വരെ ഒറ്റ ലെങ്തിൽ പോകും. അതിനാണ് വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അത് ഫോക്കസ് ചെയ്യുന്നത് സ്പെസിഫിക് ഇൻസിഡന്റ്, കോൺഫ്ലിക്റ്റ് ഓർ തീം, പ്രത്യേകമായിട്ടുള്ളതായ
സംഭവങ്ങളെ മാത്രം ഫോക്കസ് ചെയ്താണ് വൺ ആക്ട് പ്ലേ വരുന്നത്. എന്നാൽ മോണലോഗ് എന്തുവാണ്? എ മോണലോഗ് ഈസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ എ സിംഗിൾ ക്യാരക്ടർ ഓൺ സ്റ്റേജ്. മോണലോഗിൽ എന്താ വരുന്നത്? ആ ഒരു ക്യാരക്ടർ വന്നിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് എന്ത് ചെയ്യുകയാണ്? ആ ഒരു പൂർണ്ണമായ ഒരു സംഭാഷണം പറയുന്നതിനെയാണ് മോണലോഗ് എന്ന് പറയുന്നത്. എക്സ്പ്രസിംഗ് തോട്ട്സ്, ഫീലിംഗ്സ് ഓർ ഇന്റൻഷൻസ്. ഇറ്റ് ഈസ് ഓഫൺ അഡ്രസ് ടു ദ ഓഡിയൻസ് ഓർ അനദർ ക്യാരക്ടർ. ഈ മോണലോഗില് ഒരു കഥാപാത്രം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കാണുകയുള്ളൂ. ചിലപ്പോൾ സോളിലോക്കി എന്ന് പറയും. അദ്ദേഹം വന്നിട്ട് എന്ത് പറയും? തന്റെ ഹൃദയം താനിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നത് ആരും കേൾക്കാതെ പറയും. അപ്പൊ നമ്മള് ഓഡിയൻസ് എല്ലാം കേൾക്കാൻ പറ്റും. അതിനെ സോളിലോക്കി എന്ന് പറയാം. അപ്പൊ തന്റെ മനസ്സിലുള്ളതായ ചിന്തകളെ കുറിച്ച് പറയുക, അതൊക്കെ ഇതിനകത്ത് വരാറുണ്ട്, മോണോലോഗ്സിനകത്ത് വരാറുണ്ട്. മോണോലോഗ്സിനകത്ത് ഒറ്റ കഥാപാത്രം മാത്രമേ കാണത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സ്വപ്ന വാസവദത്ത ഈസ് ഹിസ് മോസ്റ്റ് ഫേമസ് പ്ലേ ദാറ്റ് depicts the story of King Udayana who must choose between marrying for love his beloved Vasavadatta of the daughter of a neighboring king, Prince Padmavati, for political gain. In the play, Vasa combines romance with political intrigue, creating a new kind of drama. Along with traditional dramas, Vasa also wrote short plays, one-act plays and monologues. അടുത്ത്, among the many dramatic conventions that Vasa broke was depicting a tragic ending in his play. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, സാൻസ്ക്രിറ്റ് ഡ്രാമകളിൽ ട്രാജിക് എൻഡിങ് കാണത്തില്ല. പക്ഷെ ഈ ഭാഷ അങ്ങനെയുള്ള പല എന്തിനേയും അദ്ദേഹം ബ്രേക്ക് ചെയ്ത് പലതിനെയും അദ്ദേഹം ഖണ്ഡിക്കുന്നതിനിടയായി തീർന്നിട്ടുണ്ട്. നാടകത്തിൽ നിലനിന്നിരുന്നതായ പല നിയമങ്ങളെയും ഭാഷ ഖണ്ഡിക്കുന്നതിനിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഖണ്ഡിച്ചതിൽ ഒരു നിയമമാണ് എന്താണ്? അദ്ദേഹം തന്റെ നാടകങ്ങളിൽ ട്രാജിക് എൻഡിങ്, ദുഃഖപര്യവസാനിയായ നാടകങ്ങളും എഴുതുന്നതിന് ഇടയായി തീർന്നിട്ടുണ്ട്. എമംഗ് ദ മെനി ഡ്രമാറ്റിക് കൺവെൻഷൻസ് ദാറ്റ് ഭാഷ ബ്രോക്ക്, ഭാഷ ഉടച്ചു കളഞ്ഞതായ പല എന്താണ് നാടകങ്ങളിലുള്ള നിയന്ത്രണങ്ങളിൽ ഒന്നായിരുന്നു ഡെപിക്റ്റിംഗ് എ ട്രാജിക് എൻഡിങ് ഇൻ ഹിസ് പ്ലേ. തന്റെ നാടകത്തിൽ എന്ത് താൻ കൊണ്ടുവന്നു? ദുഃഖപര്യവസാനിയായ രീതിയിൽ കഥകൾ അവസാനിപ്പിക്കുന്നതിനിടയായി തീർന്നിട്ടുണ്ട് ആര്? ഭാഷ. ബോത്ത് ഉറുഭാംഗ, ബ്രേക്കിംഗ് ഓഫ് ദ തൈസ്, ആൻഡ് കർണഭാര, Karna's talk, which deal with the stories of Duryodhana and Karna respectively, yet on tragic notes. അദ്ദേഹത്തിന്റെ രണ്ട് കൃതികളാണ് ഉറുഭാംഗ, അതിന്റെ പേര് ബ്രേക്കിംഗ് ഓഫ് ദ തൈസ്, തുടയിൽ തകർക്കുക, പിന്നെന്താണ് ആൻഡ് കർണഭാര, കർണാസ് ടാസ്ക്, കർണയുടെ വലിയ ഉത്തരവാദിത്വം. ഈ രണ്ടും എന്താണ്? വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റോറി ഓഫ് ദുര്യോധന ആൻഡ് കർണ റെസ്പെക്റ്റീവ്ലി. ഈ കഥകള് ദുര്യോധനന്റെയും കർണയുടെ കഥകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇവ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ട്രാജിക് നോട്ട്സ്, ദുഃഖപര്യവസാനിയായിട്ടാണ് ഇവ അവസാനിക്കുന്നത്. ദ ഹീറോസ് ഓഫ് ദീസ് ടു പ്ലേസ് ആർ ട്രഡീഷണലി seen as villains or anti-heroes in the Mahabharata. Okay, the heroes of these two plays, അപ്പം ഈ എന്താണ്, ഈ കഥാപാത്രങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് എങ്ങനെയാണ് നമുക്ക് അവരെ കാണാൻ കഴിയുന്നത്? ആർ സീൻ as വില്ലൻസ് ഓർ ആന്റി ഹീറോസ്. ഇവരെല്ലാം വില്ലന്മാരും ആന്റി ഹീറോസും ഒക്കെ ആയിട്ടാണ് നമ്മൾ അതുവരെയും കണ്ടിരുന്നത്. പക്ഷെ ഇദ്ദേഹമാണ് അവർക്ക് തന്നെ എന്ത് ചെയ്തൊരു ഹീറോയിസം നൽകുന്നതിന് ഇടയായി തീർന്നത്, ദുര്യോധനും കർണനും ഒക്കെ. However, Bhasa treats them with sympathy. ഭാഷ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുകയാണ്? സിമ്പതി, അനുകമ്പയോടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷോസ് എ സൈഡ് ഓഫ് ദിയർ ക്യാരക്ടർ, അവരുടെ സ്വഭാവത്തിന്റെ മറ്റൊരു ഭാഗവും കൂടെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? കാണിക്കുക ആണ്. ഹിതർടു എന്ന് വെച്ചാൽ അതുവരെയും, നോട്ട് ഡെൽറ്റ് വിത്തിൻ ദ എപ്പിക്, എന്നാൽ അവരുടെ എന്താണ് സിമ്പതിക്ക്, അല്ലെ അവരുടെ എന്താണ് അവരുടെ അനുകമ്പയുള്ളതായ ഭാഗം അതുവരെയും അവരുടെയും ആരും എന്ത് ചെയ്തിരുന്നില്ല, പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇദ്ദേഹം അവരുടെയും അനുകമ്പയുള്ളതായ അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ അവസ്ഥയെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഫർദർ മോർ, അത് മാത്രമല്ല, ഭാസ ഡസ് നോട്ട് ഷൈ അവേ ഫ്രം ഷോയിങ് വയലന്റ് ആക്ട്സ് ഓൺ സ്റ്റേജ്. എന്താണ്? ഭാസ ഡസ് നോട്ട് ഷൈ അവേ, അദ്ദേഹം എന്തും ചെയ്തിരുന്നില്ല, ഡസ് നോട്ട് ഷൈ അവേ, നാണിച്ചിരുന്നില്ല. എന്തിൽ നിന്ന്? ഫ്രം ഷോയിങ് വയലന്റ് ആക്ട്സ് ഓൺ സ്റ്റേജ്. സ്റ്റേജുകളിൽ വയലന്റ് ക്രൂരമായ കൃത്യങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിനും ഭാസ എന്ത് ചെയ്തിരുന്നില്ല? ലജ്ജിച്ചിരുന്നില്ല. വിച്ച് വാസ് അനദർ നാട്യശാസ്ത്ര കൺവെൻഷൻ ദാറ്റ് ഹി ഡിസ്റിഗാർഡ്സ്. അവൻ താൻ പൊട്ടിച്ചു കളഞ്ഞ മറ്റൊരു നാട്യശാസ്ത്ര നിയമമായിരുന്നു എന്തെന്നുള്ളത്? സ്റ്റേജിൽ വയലൻസ്, ക്രൂരത അല്ലെങ്കിൽ അക്രമം കാണിക്കാൻ പാടില്ല എന്നുള്ള നിയമവും അദ്ദേഹം മാറ്റിക്കളഞ്ഞു.
We shall take a quiet look at Sudraga next. നമ്മൾ അടുത്ത എഴുത്തുകാരനായ സൂദ്രകയെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. Okay. Among the many dramatic conventions that Bhasa broke was depicting a tragic ending in his plays. Both Urubhanga, Breaking of the Ties, and Karnabhara, Karna's Task, which deal with the stories of Duryodhana and Karna, respectively, end on tragic notes. The heroes of these two plays are traditionally seen as villains or anti-heroes in the Mahabharata. However, Bhasa treats them with sympathy and shows a side of their character hitherto not dealt with in the epic. Furthermore, Bhasa does not shy away from showing violent acts on stage, which was another Natya Shastra convention that he disregards. We shall take a quick look at Shudraga next. അടുത്തത് ശൂദ്രക. ശൂദ്രക ലിറ്ററലി ട്രാൻസ്ലേറ്റഡ് ആസ് ദ ലിറ്റിൽ സെർവന്റ്. ശൂദ്രക എങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ തർജ്ജിമ തന്നെ വരുന്നത് എന്നാണ് ആസ് ദ ലിറ്റിൽ സെർവന്റ്. ശൂദ്രകയെ കുറിച്ച് പറയുന്നതാണ് ഒരു ചെറിയ സഹായി എന്നുള്ള അർത്ഥമാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. ശൂദ്രക ലിറ്ററലി ട്രാൻസ്ലേറ്റഡ് ആസ് ദ ലിറ്റിൽ സെർവന്റ് വാസ് എ പോയറ്റ് കിങ് ഹു ലീവ്ഡ് ഇൻ ഉജ്ജയിൻ. അദ്ദേഹം ആരായിരുന്നു? ഒരു കവിയായിരുന്നു, പക്ഷെ ഒരു രാജാവുമായിരുന്നു. സെക്കൻഡ് രണ്ടാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹി ഈസ് വെൽ നോൺ ഫോർ ഹിസ് പ്രാകരണ പ്ലേ. അദ്ദേഹം എന്തിലായിരുന്നു പ്രസിദ്ധനായിരുന്നത്? പ്രാകരണ, അതായത് നാടകമായ പ്രാകരണയിലാണ് പ്രസിദ്ധമായത്. സെന്റേർഡ് ഓൺ ദ ലവ് ഓഫ് മാലതി. ആ നാടകത്തിൽ എന്താ പറയുന്നത്? സെന്റേർഡ് ഓൺ ദ ലവ് ഓഫ് മാലതി. Just give me a second. Okay. ഓക്കെ, സൂദ്രക. സൂദ്രകയുടെ അർത്ഥം എന്താണ്? ആസ് ദ ലിറ്റിൽ സെർവന്റ്, ചെറിയ സഹായി എന്നായിരുന്നു സൂദ്രക എന്നതിന്റെ പേര്. വാസ് എ പോയറ്റ് കിങ്. അദ്ദേഹം ഒരു രാജാവും ഒരു കവിയുമായിരുന്നു. ഹു ലീവ്ഡ് ഇൻ ഉജ്ജയിൻ. അദ്ദേഹം എവിടെ താമസിച്ചിരുന്നത്? ഉജ്ജയിനിലാണ് താമസിച്ചിരുന്നത്. ഇൻ ദ സെക്കൻഡ് സെഞ്ചുറി ഓർ ഇൻ ദ സെക്കൻഡ് CE. ദാറ്റ് മീൻസ് രണ്ടാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഉജ്ജയിനിലാണ് താമസിച്ചിരുന്നത്. ഹി ഈസ് വെൽ നോൺ ഫോർ ഹിസ് പ്രാകാരണ പ്ലേ. അദ്ദേഹത്തിന്റെ പ്രാകാരണ നാടകത്തിനാണ് അദ്ദേഹം വളരെ പ്രസിദ്ധനായത്. മൃച്ഛഗതിക, ദ ലിറ്റിൽ പ്ലേ കാർഡ്, വിച്ച് ഈസ് ആൻ എക്സ്റ്റെൻഡഡ് വെർഷൻ ഓഫ് ഭാസാസ് ഇൻകംപ്ലീറ്റ് പ്ലേ ചാരുദത്തം. ഭാഷയുടെ പൂർത്തിയാക്കപ്പെടാത്തതായ ഒരു നാടകമായിരുന്നു ചാരുദത്തം അല്ലെങ്കിൽ ചാരുദത്ത. അതിന്റെ ഒരു തുടർച്ചയാണ് മൃച്ഛഗതിക. അതിലാണ് ദ ലിറ്റിൽ പ്ലേ കാർഡ് എന്നതായ ആ കഥ വരുന്നത്. The 10-act play tells the story of a Brahmin merchant. ഈ എന്താണ് 10 ആക്ട്സ് ഉള്ള 10 കഥകളുള്ളതായ ഈ കൃതിയിൽ എന്തുണ്ട്? ടെൽസ് എ ലവ് ഓഫ് എ ബ്രാഹ്മൺ മെർച്ചന്റ്. ഒരു ബ്രാഹ്മണ വ്യാപാരിയുടെ കഥയാണ് അത് പറയുന്നത്. ചാരുദത്ത ആൻഡ് കോർട്ടീസൻ വസന്തസേന. ചാരുദത്ത എന്നൊരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കോർട്ടീസൻ ആയിട്ടുള്ളതായ വസന്തസേനയെയും കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മൺ മർച്ചന്റിന്റെ പേരാണ് ചാരുദത്ത. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നത് കോർട്ടീസൻ. അവിടെ രാജസദസ്സിലുള്ളതായ ഒരു സ്ത്രീയാണ് വസന്തസേന. അവരുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹൂസ് യൂണിയൻ ഈസ് തോട്ടഡ് ബൈ എ ജലസ് സ്യൂട്ടർ. അവരുടെ അവരുടെ യൂണിയൻ, അതായത് അവർ ഒരുമിക്കുന്നതിനെതിരായിട്ട് ആര് ശ്രമിക്കുകയാണ്? ഒരു അസൂയക്കാരനായിട്ടുള്ളതായ ഒരു വിദൂഷകൻ അവിടെ ശ്രമിക്കുകയാണ്. Even with a few serious elements, the play ends happily and is primarily seen as a mix of romance and humor. Even with a few serious elements, എന്നാല് വളരെ സീരിയസ് ആയിട്ടുള്ളതായ ചില സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും the play ends happily. കഥ എങ്ങനെ അവസാനിക്കുകയാണ്? സന്തോഷത്തോടെ അവസാനിക്കുകയും and is primarily seen as a mix of romance and humor. അത് ഈ കഥ എങ്ങനെയാണ് കാണപ്പെടുന്നത്? റൊമാൻസിന്റെയും ഹ്യൂമറിന്റെയും ഒരു കൂടിച്ചേരലായിട്ടാണ് കാണപ്പെടുന്നത്.
It also offers an interesting and realistic picture of urban society and the complex social structure of that time. അതെന്താണ്? It also offers, ഇത് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് റിയലിസ്റ്റിക് പിക്ചർ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും റിയലിസ്റ്റിക് ആയിട്ടുള്ളതുമായ ഒരു പിക്ചറിനെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. എന്തിന്റെയാണ്? അർബൻ സൊസൈറ്റി, അർബൻ സൊസൈറ്റിയുടെയും ആൻഡ് കോംപ്ലക്സ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദാറ്റ് ടൈം. അപ്പം അർബൻ സൊസൈറ്റിയുടെയും അതോടൊപ്പം തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ളതായ സോഷ്യൽ സ്ട്രക്ചറിനെയും കുറിച്ച് ഇത് പറയുന്നുണ്ട്. We will be studying Shudragas Vrichagatika in block 3rd of this course. ഈ കോഴ്സിന്റെ തന്നെ മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ വൃക്ഷഗതികയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. His other plays include Vinavasavadatta and Bhana, short one-act monologue, and Padma Pridhaka. Incidentally, the 1984 Hindi movie Utsav, directed by Girish Karnad, is believed to have been based largely on Vrichagatika. 1984 റിലീസ് ആയിട്ടുള്ളതായ ഗിരീഷ് കർണാടിന്റെ ഉത്സവ് എന്ന മൂവി വൃക്ഷഗതികയിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടതെന്ന് കരുതപ്പെടുന്നു. ഭാവബുദ്ധി വിൽ ബി എക്സാമിൻഡ് ഇൻ ദ സബ്സിക്വൻസ്. അടുത്ത സെക്ഷനിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാവബുദ്ധിയെ കുറിച്ചാണ്. അടുത്ത ആൾ നമ്മൾ പഠിച്ചെന്താണ്? 1.6 സൂദ്രക. ഒന്നാമത് നമ്മൾ പഠിച്ച വ്യക്തി ഭാസ കഴിഞ്ഞിട്ട് അടുത്ത് പഠിച്ചത് സൂദ്രക. സൂദ്രക എന്താണ്? സൂദ്രക ഒരു പോയിറ്റ് കിങ് ആയിരുന്നു, ഒരു കവിയും രാജാവുമായ ആളായിരുന്നു. ഒരു സെക്കൻഡേ. ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. സൂദ്രക വാസ് എ പോയറ്റ് കിങ്. അതിന് വേറെ അർത്ഥം ഉണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. Okay, Sudraga is remembered as an ancient Indian poet king. ഓക്കെ, അദ്ദേഹം യഥാർത്ഥത്തിൽ രാജാവായിരുന്നു ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ട്. പക്ഷെ അദ്ദേഹം ഒരു രാജാവും ഒരു കവിയുമായിരിക്കാം. ഇൻ ഉജ്ജയിൻ ഹീസ് ഓൾസോ ഹീസ് വെൽ നോൺ ഫോർ ഹീസ് പ്രകാരണ പ്ലേ. അദ്ദേഹത്തിന്റെ പ്രകാരണ എന്നതായ കഥയ്ക്കാണ് അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ളത്. പ്രകാരണ പ്ലേ വൃക്ഷഗതിക, അദ്ദേഹത്തിന്റെ കഥയായിട്ടുള്ള പ്രകാരണ കഥയായിട്ടുള്ള വൃക്ഷഗതിക എന്നുള്ളതിനാണ് അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ളത്. വിച്ച് ഈസ് ആൻ എക്സ്റ്റെൻഡഡ് വെർഷൻ. എന്തിൻ്റെതായ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആണ് ഭാസാസ് ഇൻകംപ്ലീറ്റ് പ്ലേ ചാരുദത്തം. ഭാസയുടെ ചാരുദത്തം എന്നതായ പൂർത്തീകരിക്കപ്പെടാത്തതായ കഥയുടെ ഒരു തുടർച്ചയാണ് വൃക്ഷഗതിക. The 10-act play tells the love story. അപ്പം ഇതെന്താണ്? ഇതിന് 10 ആക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഇതിലെന്തൊക്കെ പറയുന്നത്? ലവ് സ്റ്റോറി ഓഫ് എ ബ്രാഹ്മൺ മർച്ചന്റ് ചാരുദത്ത ആൻഡ് കോർട്ടീസൻ വസന്തസേന. അപ്പൊ ബ്രാഹ്മൺ മർച്ചന്റ് ആയ ചാരുദത്തയുടെയും അതോടൊപ്പം തന്നെ വസന്തസേന എന്നതായ ഒരു കൊട്ടാരത്തിലുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് പറയുന്നത്. ഹൂസ് യൂണിയൻ, അവർ തമ്മിൽ ഒന്നിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഹൂസ് യൂണിയൻ ഈസ് തോട്ടഡ് ബൈ എ ജലസ് സ്യൂട്ടർ. അപ്പൊ അവര് എന്താണ്, ഈ വസന്തസേനയെ സ്നേഹിക്കുന്ന മറ്റൊരു ഒരു മോശം അല്ലെങ്കിൽ ഒരു നല്ല ആളല്ലാത്ത ഒരു വ്യക്തിയുടെ അയാൾ ഇതിന്റെ ഇടയിൽ വന്ന് കടന്നു വരികയും ഇവർക്ക് ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവർക്കിടയിൽ എന്ന് വെച്ചാല് ഇവരെ തമ്മിൽ അടുപ്പിക്കാതെ വേണം അദ്ദേഹം ഇവളെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈവൻ വിത്ത് എ ഫ്യൂ സീരിയസ് എലമെന്റ്സ് ദ പ്ലേ എൻഡ്സ് ഹാപ്പിലി. കുറച്ച് പ്രശ്ന സങ്കീർണമായ കഥകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ദ പ്ലേ എൻഡ്സ് ഹാപ്പിലി. കഥ എങ്ങനെ അവസാനിക്കും? സന്തോഷ പര്യവസാനിയായിട്ട് അവസാനിക്കുന്നു. ആൻഡ് ഈസ് പ്രൈമറിലി സീൻ ആസ് എ മിക്സ് ഓഫ് റൊമാൻസ് ആൻഡ് ഹ്യൂമർ. ഇത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? റൊമാൻസിന്റെയും ഹ്യൂമറിന്റെയും ഒരു മിക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഓൾസോ ഓഫേഴ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ആൻഡ് റിയലിസ്റ്റിക് പിക്ചർ ഓഫ് അർബൻ സൊസൈറ്റി ആൻഡ് കോംപ്ലക്സ് ഓഫ് സ്ട്രക്ചർ ഓഫ് ദാറ്റ് ടൈം. അപ്പൊ ഇതെന്തിനെ കാട്ടുന്നു? ഒരു യഥാർത്ഥ ചിത്രം. എന്തിന്റെ യഥാർത്ഥ ചിത്രം? അർബൻ സൊസൈറ്റിയുടെ, അതായത് പരിഷ്കൃതമായ സമൂഹത്തിന്റെ യഥാർത്ഥ ചിത്രം ഇത് കാട്ടുന്നു. അതോടൊപ്പം കോംപ്ലക്സ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദാറ്റ് ടൈം, ആ സമയത്തുണ്ടായിരുന്നതായ സാമൂഹികമായ സ്ട്രക്ചറിന്റെ കോംപ്ലക്സിറ്റിയും ഇത് കാട്ടുന്നുണ്ട്. വി വിൽ ബി സ്റ്റഡിയിങ് ശൂദ്രകാസ് വൃക്ഷഗതിക ഇൻ ബ്ലോക്ക് 3rd ഓഫ് ദിസ് കോഴ്സ്. ഈ കോഴ്സിന് തന്നെ ബ്ലോക്ക് 3 നമ്മൾ ശൂദ്രകയുടെ വൃക്ഷഗതിക പഠിക്കുന്നുണ്ട്. ഹിസ് അതർ പ്ലേസ് ഇൻക്ലൂഡ്
വിനവസവദത്ത, അതിന്റെ മറ്റു കഥകളിൽ ഒന്നാണ് വിനവസവദത്ത ആൻഡ് ഹാണ, ഒരു വൺ ആക്ട് മോണലോഗ് ആണ്. ആൻഡ് പത്മ പ്രഭൃതാക, അത് ഇൻസിഡന്റലി ദ 1984 ഹിന്ദി മൂവി ഉസ്താദ് ഡയറക്ടഡ് ബൈ ഗിരീഷ് കർണാഡ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് ബീൻ ബേസ്ഡ് ലാർജ്ലി ഓൺ വൃക്ഷഗതിക. ഭാവബുദ്ധി വിൽ ബി ഓക്കെ. അപ്പം വൃക്ഷഗതികയിൽ നിന്നാണ് ഗിരീഷ് കർണാടിന്റെ എന്താണ് ഉത്സവം എന്നതായ ഒരു മൂവിയെ എടുത്തിട്ടുള്ളത്. Bhavabudhi. Bhavabudhi, a major dramatist of the later Sanskrit dramatic period, was the court poet of King Yashovarman of Kannauj. അപ്പം ഭാവബുദ്ധി ആരായിരുന്നു? എ മേജർ ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദ ലേറ്റർ സാൻസ്ക്രിറ്റ് ഡ്രമാറ്റിക് പീരീഡ്. അദ്ദേഹം ഒരു എന്താണ് ആസ്ഥാന കവി എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോ അദ്ദേഹം എവിടത്തെ ആസ്ഥാന കവിയായിരുന്നു? കിങ് യശോവർമ്മൻ ഓഫ് കനൌജ്. ആ കനൌജിലെ രാജാവായ യശോവർമ്മന്റെ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയായിരുന്നു ഭാവബുദ്ധി. ഇൻ നോർത്ത് ഇന്ത്യ ഇൻ 8th CE, 8ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹി ടു റോട്ട് പ്ലേസ് ബേസ്ഡ് ഓൺ ദ രാമായണ. അദ്ദേഹവും രാമായണത്തെ അടിസ്ഥാനമാക്കി കഥകൾ എഴുതി. സച്ചസ് ദ മഹാവീരചരിത. മഹാവീരചരിതയിൽ നിന്നാണ് എക്സ്പ്ലോയിറ്റ്സ് ഓഫ് എ ഗ്രേറ്റ് ഹീറോ വിച്ച് ഡെപിക്ട്സ് ദ ഏർലി ലൈഫ് ഓഫ് രാമ ആൻഡ് ഉത്തര രാമചരിത. അപ്പൊ അതിനകത്ത് രാമന്റെയും ലൈഫ് ഓഫ് രാമന്റെയും അതോടൊപ്പം തന്നെ എന്താണ് ആൻഡ് ഉത്തര രാമചരിത, ലേറ്റർ ഹിസ്റ്ററി ഓഫ് രാമയുടെ പിന്നത്തേതിലുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വിച്ച് ഷോസ് ദ ഫൈനൽ ഇയേഴ്സ് ഓഫ് രാമാസ് ലൈഫ് ആസ് റിട്ടൺ ഇൻ ഉത്തരകാണ്ഡ ഓഫ് ദ രാമായണ. രാമായണത്തില് രാമന്റെ പിന്നത്തേതിലുള്ള കഥകളെ കുറിച്ച് എഴുതിയതെല്ലാം ഇതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. രാമായണത്തിലെ ഉത്തരകാണ്ഡയിലുള്ളതായ ഭാഗമാണ് അദ്ദേഹം ഉത്തര ചരിത അതിൽ എഴുതിയിട്ടുള്ളത്. ബോത്ത് ദ പ്ലേസ് കൺസിസ്റ്റ് ഓഫ് 7 acts written in the നാടക സ്റ്റൈൽ. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം എങ്ങനെയാണ്? 7 acts ഉണ്ട്. അതോടൊപ്പം തന്നെ അവ നാടക എന്തായ സ്റ്റൈലിലാണ് അവ എഴുതിയിരിക്കുന്നത്. ഭാവബുദ്ധി, എ മേജർ ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദ ലേറ്റർ സാൻസ്ക്രിറ്റ് ഡ്രമാറ്റിക് പീരീഡ്, വാസ് ദ court poet of King Yashovarman of Kannauj in North India in 8th CE. He too wrote plays based on the Ramayana such as the Mahavira exploits of a great hero which depicts the early life of Rama, and Uttara Charita, the later history of Rama, which shows the final years of Rama's life as written in the Uttarakanda of the Ramayana. Both the plays consists of 7 acts written in the Nataka style. His third drama, മാലധി മാധവ, അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നാടകത്തിന്റെ പേരാണ് മാലധി മാധവ, മാലധി ആൻഡ് മാധവ, ഈസ് എ പ്രകാരണ പ്ലേ സെന്റേർഡ് ഓൺ ദ ലവ് സ്റ്റോറി ഓഫ് മാലധി. അതെങ്ങനത്തെ പ്ലേ ആണ്? ഒരു പ്രകാരണ പ്ലേ ആണ്. സെന്റേർഡ് ഓൺ ദ ലവ് സ്റ്റോറി ഓഫ് മാലധി. മാലധി എന്നതായ ഒരു സ്ത്രീയുടെ അതാണ് ലവ് സ്റ്റോറിയുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഹിസ് തേർഡ് ഡ്രാമ, അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കൃതിയായ മാലാധി മാധവ, മാലധി ആൻഡ് മാധവ ഈസ് എ പ്രകാരണ പ്ലേ. പ്രകാരണ പ്ലേ എന്ന് വെച്ചെന്നാണ്? പ്രകാരണ പ്ലേ ഈസ് എ ടൈപ്പ് ഓഫ് സാൻസ്ക്രിറ്റ് പ്ലേ ഇൻ വിച്ച് ദ സ്റ്റോറി ഈസ് ഇൻവെന്റഡ് ബൈ ദ പോയറ്റ്, നോട്ട് ഡയറക്ട്ലി ടേക്കൺ ഫ്രം എപ്പിക്സ് ലൈക്ക് മഹാഭാരത ഓർ രാമായണ. അപ്പൊ പ്രകാരണ പ്ലേ എന്ന് വെച്ചാല് എഴുത്തുകാരൻ തന്നെ കണ്ടെത്തുന്നതായ കഥയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഡ്രാമയായ മാലാധി മാധവയിൽ എന്തൊന്നാണ്? പ്രകാരണ പ്ലേ ആണ്. അദ്ദേഹം തന്നെ കണ്ടെത്തിയതായ ഒരു കഥയാണ്. അദ്ദേഹം രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിൽ നിന്ന് എടുത്തതല്ല. സെന്റേഡ് ഓൺ ദ ലവ് സ്റ്റോറി ഓഫ് മാലധി. മാലധി എന്ന സ്ത്രീയുടെ എന്താണ് സ്നേഹ എന്താണ് അവരുടെ ലവ് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവൾ ആരാണ്? ദ ഡോട്ടർ ഓഫ് എ മിനിസ്റ്റർ ആൻഡ് മാധവിയ ഹർ ബിലവഡ്. ദ ഡോട്ടർ ഓഫ് എ മിനിസ്റ്റർ ആൻഡ് മാധവിയ ഹർ ബിലവഡ്. Malathi is said to be married off to Nandana in accordance with the king's wishes. Malathi is said to be married off to Nandana in accordance to the king's wishes. അപ്പൊ രാജാവിന്റെ ഇഷ്ടപ്രകാരം മാലതി മാലതിയെ married off to നന്ദനയുമായി വിവാഹം കഴിക്കാനായിട്ട് രാജാവ് താല്പര്യപ്പെടുന്നു. The powerful suitor as well as a mix-up with another couple interrupts the union of Malathi and മാധവ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാലതിയുടെയും മാധവിയുടെ വിവാഹത്തിനിടയിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരുന്നു. വിച്ച് ഈസ് ഫൈനലി റിസോൾവ്ഡ് വിത്ത് ദ എയ്ഡ് ഓഫ് മാജിക്. അത് എങ്ങനെ പരിഹരിക്കപ്പെടുന്നു? മാജിക്കിന്റെ സഹായത്താൽ പരിഹരിക്കപ്പെടുന്നു.
The use of the supernatural makes this play a one of a kind drama that skillfully combines romance with humor. The use of the supernatural makes എന്താണ് അമാനുഷികമായ കഥാപാത്രങ്ങൾ ധാരാളം കടന്നു വരികയും അങ്ങനെ ഈ കഥ എന്തായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട് എ കൈൻഡ് ഡ്രാമ ദാറ്റ് സ്കിൽഫുള്ളി കമ്പൈൻസ് റൊമാൻസ് വിത്ത് ഹൊറർ അപ്പം റൊമാൻസും ഹൊററും ഒക്കെ ഒന്നിക്കുന്നതായ ഒരു കഥയായിട്ട് ഇത് മാറ്റപ്പെടുന്നു ഹിസ് തേർഡ് ഡ്രാമ മാലതി മാധവ മാലതി ആൻഡ് മാധവ ഇസ് എ പ്രാകാരണ പ്ലേ എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ കണ്ടെത്തിയതായ ഒരു കഥയാണ് സെന്റേഡ് ഓൺ ദ ലവ് ഓഫ് മാലതി മാലതി എന്ന സ്ത്രീയുടെ സ്നേഹ ലവ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദ ഡോട്ടർ ഓഫ് എ മിനിസ്റ്റർ ആൻഡ് daughter of a minister and Madhavya, her beloved. Maladi is said to be married off to Nandana in accordance with the king's wishes. The powerful suitor as well as a mix up with another couple. അപ്പോൾ ഇത് അങ്ങോട്ട് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ അത് അവസാനം അത് സോൾവ് ചെയ്യപ്പെടുന്നു എങ്ങനെയാണ് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിന്റെ സഹായത്തോടു കൂടി അവ സോൾവ് ചെയ്യപ്പെടും Okay, so Bhavabhuti's long poetic descriptions are seen as mere embellishment that does not add anything to the drama, but tends to obfuscate his clear and simple diction. He is known for complexity, doing away with the Vidushaka and thus eliminating the comic element in his play. അപ്പം താൻ എന്ത് ചെയ്തു ആ ഭാവബുദ്ധി എന്ത് ചെയ്തു ആ വിദൂഷകനെയൊക്കെ തന്റെ കഥകളിൽ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു അങ്ങനെ കോമിക് ആയിട്ടുള്ള എലമെന്റുകൾ കൊണ്ടുവരുന്നതിന് താൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല അപ്പൊ ക്രിറ്റിക്സ് അപ്പൊ വിമർശകർ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് സീ ദീസ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ടെമ്പറമെന്റ് ദാറ്റ് കുഡ് നോട്ട് പോർട്രേ ഹ്യൂമർ എഫക്റ്റീവ്ലി അപ്പം അപ്പോൾ വിമർശകർ പറയുന്നത് ഇദ്ദേഹത്തിന് ഹ്യൂമർ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് അവര് വിമർശിക്കുന്നത് പക്ഷെ അതിന് പകരം ഭാവബുദ്ധി എന്താ ചെയ്യുന്നത് ഭാവബുദ്ധി ഇൻസ്റ്റഡ് കോമ്പൻസേറ്റ്സ് ഫോർ ഇറ്റ് ബൈ highlighting the supernatural and grotesque that is thus evoking the rasa vivasta discussed and Raudra in his works. എന്നാൽ ഇദ്ദേഹം ചെയ്യുന്ന എന്തോന്നാണ് തന്റെ കൃതികളില് മറ്റു കാര്യങ്ങൾ രൗദ്ര വിവാസ്ത ഇതിനെയൊക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഹിസ് പ്ലേസ് ഹാവ് ദ യുണീക് കോമ്പിനേഷൻ ഓഫ് ഹീറോയിസം റൊമാൻസ് ആൻഡ് horror unrivaled in Sanskrit literature. The next section will deal with a brief look at Kalidasa as we place him in the tradition. അപ്പോൾ അതാണ് ഭാവബുദ്ധി ജസ്റ്റ് വീണ്ടും ഒന്ന് വായിക്കുകയാണ് Bhavabhuti, a major dramatist of the later Sanskrit dramatic period, was the court poet of King Yashovarman of Kannauj in North India in 8th century or 8th CE. He too wrote plays based on the Ramayana such as the Mahavira Charita, exploits of a great hero which depicts the early life of Rama and Uttara Ramacharita, the later history of Rama which shows the final years of Rama's life as written in the Uttaraganda of the Ramayana. Both the plays consists of 7 acts written in the Nataka style. His third drama, Maladi and Madhava, is a Prakarana play centered on the love of Maladi, the daughter of a minister, and Madhavya, her beloved. Malati is said to be married off to Nandana in accordance with the king's wishes. The powerful suitor, as well as a mix-up with another couple, interrupts the union of Malati and Madhava, which is finally resolved with the aid of magic. The use of the supernatural makes this play a one-of-a-kind drama that skillfully combines romance with horror. Bhavabhuti's long poetic descriptions are seen as mere embellishment that does not add anything to the drama, but tends to obfuscate his clear and simple diction. He is known for completely doing away with the Vidushaka and thus eliminating the comic elements in his plays. Critics see this as a reflection of his temperament that could not portray humor effectively. Bhavabhuti instead compensates for it by highlighting the supernatural and the grotesque that evoking the rasa vivasta discussed under Raudra anger in his works. His plays have the unique combination of heroism, romance and horror unrivaled.
in Sanskrit literature. The next section will deal with a brief look at Kalidasa as we place him in the tradition. അടുത്തത് കാളിദാസ. One of the best known Sanskrit dramatists in the world. ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്നതായ ഒരു സംസ്കൃത എഴുത്തുകാരനാണ് കാളിദാസ, whose works have been adapted and translated into numerous languages and forms. അദ്ദേഹത്തിന്റെ കൃതികൾ ലോകം ഒട്ടാകെ അനേക ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാളിദാസാസ് poetic skills are unparalleled even today. ഇന്നും ആ കാളിദാസന്റേതായ ആ എന്താണ് കൃതികൾ എഴുതുന്നതിനുള്ള കഴിവ് ഇന്നും പലർക്കും അത് എന്താണ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബേസിംഗ് ഹിസ് വർക്ക്സ് ഓൺ ദ വേദാസ്. അദ്ദേഹത്തിന്റെ കൃതികൾ വേദാസിലെ ബേസ് ചെയ്തിട്ടുണ്ട്, പുരാണസിനെ ബേസ് ചെയ്തിട്ടുണ്ട്, എപ്പിക്സിനെയും മഹാകാവ്യങ്ങളെയും ബേസ് ചെയ്തിട്ടുണ്ട്. കാളിദാസ റീ ഇമാജിൻഡ് ആൻഡ് breathed new life into the plots that he took from these works. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? മാളവിക നിമിത്രം pertaining to Malavika and Agnimitra, and Vikramorvasiyam pertaining to Vikrama and Urvashi. He also wrote epic poems such as Raghuvamsha, dynasty of Raghu, and Kumara Sambhava, birth of Kumara or Subramanya, along with Khandakavyas, minor poems. However, his most popular and famous work remains the Abhijnana Shakuntalam, the recognition of Shakuntala. We will not discuss the details of his work and aesthetics here. This will be dealt with in the next unit. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ആ കൃതിയാണ്, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ നന്നായിട്ട് പഠിക്കും. Let us sum up. In this unit, we have learned about the history and development of Indian classical drama. Special focus has been given to Sanskrit drama with comparisons and differences drawn between the Indian and European dramatic tradition to give an overall awareness about drama. We have been appraised of other important Sanskrit playwrights that has helped us understand the tradition beyond Kalidasa and has offered us an appreciation on the diversity and range of classical literature. ഇതാണ് ഒന്നാം യൂണിറ്റ്. നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടെത്തി അത് ടെസ്റ്റ് പേപ്പർ നമുക്ക് ഉടനെ ഉണ്ടാകും. അപ്പൊ ആ ടെസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുക. അതനുസരിച്ച് അപ്പം അതിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയാലും മതിയാവും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണോ എന്നൊന്നുമില്ല, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? What do you think is the origin of Indian classical drama? Indian classical drama origin നിങ്ങൾ എന്തിനാണ് കണക്കാക്കുന്നത്? What do you understand by the term Sanskrit drama? Sanskrit drama എന്ന ടേമിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? Name some of the prominent classical Sanskrit playwrights and attempt a critical analysis of their works. ഇത്രയാണ് ടെക്സ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷെ ഞാൻ കുറച്ചുകൂടി മുൻകാല ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 1 നിന്ന് എടുത്ത് തരാം. Okay, so that's enough for today. We will be having next class probably by day after tomorrow.